ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. രാവിലെ ഏട്ടാ ഈ ഒരു വ്ലോഗ് ഷൂട്ടാക്കുന്നത്. എനിക്ക് ഞാൻ എവിടെയാണെങ്കിലും മോർണിംഗ് ജസ്റ്റ് 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് ആ ഒരു ടൈം നാച്ചുറലായിട്ടുള്ള ഒരു ലൈറ്റും അങ്ങനെ ഒരു കാറ്റെല്ലാം കിട്ടുന്ന എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആട്ടാ. നാച്ചുറലായിട്ട് ആ ഒരു ലൈറ്റും ആ ഒരു കാറ്റെല്ലാം കിട്ടുന്ന എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്, ഒരു പോസിറ്റീവ് ഫീലെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് നിന്ന് പിന്നെ ഇതാ കിച്ചണിലോട്ടേക്ക് വന്ന് മക്കളെല്ലാം എണീച്ചിട്ടുണ്ടായിരുന്നു. മക്കള് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസിലാണ് ഞാൻ. ഇങ്ങനെ ഇതാ ബീഫ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഇന്ന് ബീഫ് കറിയോ നെയ്ച്ചോറോ ഉണ്ടാക്കാനാണ്. ഇങ്ങനെ ഇതാ ബീഫെല്ലാം ക്ലീൻ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി അവിടുന്ന് ബീഫെല്ലാം കട്ട് ചെയ്തല്ലേ അവിടെയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെയല്ലോ. പിന്നെ ഇതാ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് കുറച്ച് അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബീഫിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മളത് ഉള്ള ബീഫിൻ്റെ കുക്കനുസരിച്ച് വിസിൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതാ ഞാൻ ഇവിടെ പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി 2 ഉള്ളി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട്. പിന്നെ ഇതാ അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങേൻ്റെ കൊത്തു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് മാത്രം ഇട്ടാൽ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമ്മളെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അതും. നിങ്ങൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കാണ്ട് നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ബീഫിൻ്റെ മസാല തയ്യാറാക്കുന്നുണ്ട്. അതിന് ഞാനുണ്ടല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വലിയ ജീരകമോ ഉലുവയും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിലാട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചതിന് ശേഷം ഞാൻ നമ്മൾ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഒരു മൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ബീഫ് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ടൈം വെച്ചിട്ട് തയ്യാറാക്കുന്നതായിരിക്കും നല്ല. ടൈമിലെടുത്തിട്ട് അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ രുചിയും കാര്യങ്ങളെല്ലാം കിട്ടും. പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി കിട്ടില്ല. എനിക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. അങ്ങനെയല്ലോ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കുമല്ലേ. ചിലപ്പോൾ ചില ആളുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതാ പറഞ്ഞത്. അങ്ങനെ ഇതാ ബീഫെല്ലോ നന്നായിട്ട് വഴന്നിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മൂടി വെച്ചിട്ട് നല്ല ടൈമെല്ലാം എടുത്തിട്ട് തീ കുറച്ചിട്ട് ചെയ്തെടുത്തതാട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഞാൻ ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കി അതിൻ്റെ അകത്തോട്ടേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എടുത്ത് വെച്ച മസാല ഉണ്ടല്ലോ ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണിൻ്റെ പകുതി മുളകിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും അത് ആവശ്യമനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു തക്കാളി ഞാൻ എടുക്കുന്നത് എൻ്റെ ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. നിങ്ങൾ എടുക്കുന്ന ബീഫിനെ അനുസരിച്ചിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചോളും തക്കാളിയെല്ലാം കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ വേവിച്ച് വെച്ച ബീഫ് ഞാൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ നന്നായിട്ട് എന്ത് വേണോ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇത് കുറച്ചധികം അടുപ്പത്തു നിന്ന് കുക്കാണ് കേട്ടോ. എന്നാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഇതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം വരും. ലാസ്റ്റ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 1 hours അങ്ങനെയല്ലോ എടുത്തിട്ട് ഇത് കുക്കാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ആ ബീഫിൻ്റെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാം അതായത് ബീഫിൽ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് മസാലയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തന്നെ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു, അതെല്ലോ എല്ലാവർക്കും ഉണ്ടാക്കുന്നതല്ലോ അറിയാമെന്നില്ലേ, അതുകൊണ്ട് റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല.